എനിക്കധികം വരുമാനമൊന്നുമില്ല, പക്ഷേ അതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പണം സേവ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി അടുത്ത കാറ്റഗറി, എനിക്ക് നല്ല വരുമാനമുണ്ട്, പക്ഷേ കിട്ടുന്ന പണം മുഴുവൻ എങ്ങനെയൊക്കെയോ ചിലവായി പോവാണ്, 1 രൂപ പോലും സേവ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ 2 കാറ്റഗറിയിലുള്ള കമൻസും നമ്മുടെ ചാനലിലെ പല വീഡിയോസിൻ്റെ അടിയിലായിട്ട് കാണാം. ഇവിടുത്തെ പ്രശ്നം കിട്ടുന്ന പണത്തിൽ നിന്ന് എത്ര ചിലവാക്കണം, എത്ര സേവ് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം എന്ന് അറിയാത്തതാണ്. അതായത് മണി മാനേജ്മെൻറ്റ്, നമുക്ക് കിട്ടുന്ന പണം എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. സോ മണി മാനേജ്മെൻറ്റിന് ലോകത്തുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു റൂളാണ് 50-30-20 റൂൾ. സോ ഈ 50-30-20 റൂളിനെ മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് എങ്ങനെ ഒരു സേവിങ്സ് ഉണ്ടാക്കണം, അതിനേക്കാളും പ്രധാനമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഐഡിയ കിട്ടും. സോ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് വലിയ പ്രശ്നമില്ലാതെ ഒരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ ഇത്രയും വലിയ റൂളൊക്കെ പറയുന്ന സ്ഥിതിക്ക് എൻ്റെ വരുമാനം ഞാൻ എങ്ങനെയാണ് ചിലവാക്കുന്നതെന്നും കൂടെ ഞാനൊന്ന് നോക്കി, അതും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. ഈ 50-30-20 റൂൾ പേര് പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് 50%, 30%, 20% അങ്ങനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ 3നെയും 3 വ്യത്യസ്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് ഈ റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് ഒരാളോട് എല്ലാവരും വന്നിട്ട് നമ്മളോട് പറയും സേവിങ്സ് ഇല്ല, സേവിങ്സ് വേണം, പക്ഷേ കിട്ടുന്ന സാലറിയിൽ നിന്ന് നമുക്ക് ഇത്ര എടുത്ത് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. സോ ഞാൻ ആദ്യം സേവിങ്സിനെ കുറിച്ച് പറയുന്നില്ല, നമുക്ക് ചിലവാക്കുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ആദ്യം തുടങ്ങാം. സോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയും എടുത്ത് നിങ്ങൾ ചിലവാക്കിക്കോളൂ. അത് എന്തിന് ചിലവാക്കണം? നിങ്ങളുടെ നീഡ്സിന് വേണ്ടി ചിലവാക്കണം. നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിച്ചു പോകാനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ നീഡ്സ്. ഇത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ നമ്മുടെ റെൻറ്റ്, നമ്മളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ റെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നീഡാണ്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം, അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നത് നമ്മുടെ നീഡാണ്. പിന്നെ നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നീഡാണ്. ഇനി വരുന്നത് നമ്മുടെ ബില്ലുകളാണ്, നമ്മൾ എന്തായാലും അടയ്ക്കേണ്ട ബില്ലുകൾ. ഒന്ന് കറണ്ട് ബില്ല്, വാട്ടറിൻ്റെ ബില്ല്, വേസ്റ്റിൻ്റെ ബില്ല്, ഇൻ്റർനെറ്റ്, ഫോണിൻ്റെ ബില്ല്, പിന്നെ ചിലർക്ക് കേബിൾ ടി വി ഉണ്ടെങ്കിൽ കേബിൾ ടി വിയുടെ ബില്ല്, അങ്ങനെ എല്ലാ മാസവും നമ്മൾ അടയ്ക്കേണ്ട ചില ബില്ലുകളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നമ്മുടെ ഈ നീഡ്സിൽ പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നീഡായിട്ട് വരുന്നത്. ഇനി വരുന്നത് നമ്മുടെ വാണ്ട്സാണ്. ഈ വാണ്ടും നീഡും തമ്മിലുള്ള വ്യത്യാസം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു നീഡാണ്. അയാൾക്ക് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ആളുടെ ജോലി നടക്കില്ല. പക്ഷേ അങ്ങനെ അല്ലാതെ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന ഒരാൾക്ക് വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അയാൾക്ക് അയാളുടെ മൊബൈലിലുള്ള ഇൻ്റർനെറ്റ് മതി ആളുടെ കാര്യങ്ങൾ നടന്നു പോകാൻ. സോ അവിടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് വാണ്ടും നീഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ നീഡ്സിനാണ് നിങ്ങളുടെ 50% പോകേണ്ടത്. ബാക്കി വാണ്ട്സ്, അതായത് എനിക്ക് വേണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതായത് എനിക്കൊരു കാർ വാങ്ങണം, എനിക്കൊരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ എനിക്കൊരു സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇപ്പോൾ നമ്മളൊരു 15,000 അല്ലെങ്കിൽ 20,000 മൊബൈലാണ് യൂസ് ചെയ്യുന്നത്, അത് നമ്മുടെ നീഡാണ്. നമുക്കൊരു ഐഫോൺ വാങ്ങണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വാണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 5,000 രൂപയും പോകുന്നത് ഈ പറയുന്ന നീഡ്സിനായിരിക്കും. ബാക്കി 3,000 രൂപ വെച്ചിട്ട് നമ്മുടെ എല്ലാ വാണ്ട്സും ഒരു മാസം കൊണ്ട് നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ നീഡ് കഴിഞ്ഞിട്ടുള്ള തുക കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. 1-2 മാസത്തെ തുക കൂട്ടി വെച്ചിട്ട് ഒരു വാണ്ട് നടത്താം. അല്ലെങ്കിൽ ആ മാസം ഈ ഒരു തുക കൊണ്ട് എന്തെങ്കിലും വാണ്ട്സ് നടക്കുമെങ്കിൽ അത് നടത്തുക. അങ്ങനെ ഓരോ മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി വയ്ക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കാറെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വാണ്ടായിരിക്കും. എല്ലാ ദിവസവും ട്രാവൽ ചെയ്യാനായിട്ട് നിങ്ങൾ കാർ വേണ്ടെങ്കിലും വല്ലപ്പോഴും പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കാർ വേണമെന്നുള്ളത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിനായിട്ടൊരു കാർ എടുക്കുകയാണെങ്കിൽ കാറിൻ്റെ EMI നമ്മുടെ ഈ വാണ്ട് എന്ന് പറയുന്ന സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ EMIയിൽ എടുക്കുന്ന കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന വാണ്ട് സെക്ഷനിൽ വരും. അപ്പോൾ 50 കഴിഞ്ഞു, 30 കഴിഞ്ഞു, ബാക്കിയുള്ള 20%. ഈ ഒരു 20%മാണ് നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സാലറി 10,000 ആണെങ്കിൽ അതിൻ്റെ 20 എന്ന് പറഞ്ഞാൽ 2,000 രൂപ. നിങ്ങളുടെ സാലറി 20,000 ആണെങ്കിൽ അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 4,000 രൂപ. അത്രയും തുകയെങ്കിലും നിങ്ങൾ സേവ് ചെയ്യണം. അപ്പോൾ
എങ്ങനെ നിങ്ങൾക്ക് സേവിങ്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ആദ്യത്തെ വീഡിയോ ഈ ഒരു ടോപ്പിക്കിലായിരുന്നു, എങ്ങനെയാണ് പണം സേവ് ചെയ്യേണ്ടത്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ 1/3 ഓഫ് യുവർ സാലറി നിങ്ങൾ സേവ് ചെയ്യണമെന്നാണ്. അതേ സാലറിയുടെ 1/3. പക്ഷേ നമ്മുടെ ഇൻ്റർനാഷണൽ റൂൾ പ്രകാരം 1/3 എന്ന് പറഞ്ഞാൽ 33%. അത്രയും വേണ്ട, 20% സേവ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു സാലറി അക്കൗണ്ട് ഉണ്ടായിരിക്കും, അതിലേക്കായിരിക്കും നിങ്ങളുടെ സാലറി വരുന്നത്. അവിടെ വെച്ച് നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഒരു സേവിങ്ങും നടക്കില്ല. അപ്പോൾ സേവിങ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് അതിനു വേണ്ടി കണ്ടെത്തണം. മിക്കവാറും പേർക്ക് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ മിനിമം ബാലൻസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആക്കുക. സാലറി വരുമ്പോൾ തന്നെ ഈ പറയുന്ന 20% എടുത്ത് ആ സേവിങ്സ് ബാങ്കിലേക്ക് ഇടുക. എന്നിട്ട് ബാക്കിയുള്ള പണം വെച്ച് നിങ്ങൾ ആ മാസത്തെ ചിലവുകൾ നടത്തുക. ചിലപ്പോൾ ആദ്യത്തെ മാസം ഈ ബാക്കിയുള്ള പണം നിങ്ങൾക്ക് മതിയാവില്ല. അങ്ങനെയാണെങ്കിൽ ആ സേവിങ്സ് ബാങ്കിൽ നിന്ന് ആ പണം തിരിച്ചെടുക്കാം. 2000 രൂപ അങ്ങോട്ട് മാറ്റി അല്ലെങ്കിൽ 4000 രൂപ അങ്ങോട്ട് മാറ്റി അതിൽ നിന്ന് നിങ്ങൾക്കൊരു 1500 എടുക്കേണ്ടി വന്നാൽ അത് നമുക്ക് എടുക്കാം. അപ്പോഴും നിങ്ങൾക്കൊരു 2500 രൂപ അവിടെ സേവിങ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ 3 അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ എനിക്ക് 3 അക്കൗണ്ട് ഉണ്ട്. എൻ്റെ സാലറി വരുന്നത് ആക്സിസ് ബാങ്കിലാണ്. അപ്പോൾ സാലറി വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്നും എനിക്ക് ചിലവിന് വേണ്ട തുക, എൻ്റെ ഈ പറഞ്ഞ നീഡ്സിൻ്റെ തുക എടുത്തിട്ട് നേരെ IDBI ബാങ്കിലേക്ക് മാറ്റും. എന്നിട്ട് ബാക്കി ഒരു ചെറിയ എമൗണ്ട് എടുത്തിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് മാറ്റിയിടും. അതാണ് എൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ചിലപ്പോൾ മാസത്തിൻ്റെ അവസാനം ആകുമ്പോൾ ഈ IDBIയിലേക്ക് ചിലവിനായിട്ട് ഇട്ട പണം തീരും. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ ചില മാസങ്ങൾ അത് വേണ്ടി വരും, ചില മാസത്തിൽ അങ്ങനെ വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച അത്രയും തുക തന്നെ എല്ലാ മാസവും സേവ് ചെയ്ത് പോകാൻ പറ്റും. സോ നിങ്ങളെപ്പോഴും ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് സൂക്ഷിച്ചിട്ട് വേണം നിങ്ങൾ സേവിങ്സ് നടത്താൻ. പണം, അതായത് നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ ആ മാസത്തെ ഇൻകം വന്ന ഉടനെ 20% എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഈ 20% സേവിങ്സ് എന്ന് പറയുന്നത് ഇത് വെച്ച് തന്നെയാണ് നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതേ തുക വെച്ച് തന്നെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പ്രായത്തിലും ഇതിൻ്റെ എമൗണ്ടും നമ്മുടെ റിക്വയർമെൻറ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ 2 വീഡിയോസ് ഉണ്ട്, 20 തൊട്ട് 30 വയസ്സ് വരെ ചെയ്യേണ്ട കാര്യങ്ങളും 30 തൊട്ട് 40 വരെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെയാണ് ഈ പറയുന്ന 20% വെച്ച് ചെയ്യേണ്ടതെന്ന്. സോ അത്തരം ആവശ്യങ്ങൾക്ക് നമ്മുടെ സാലറിയുടെ 20% തുക മാറ്റി വെച്ചാൽ മതിയാവില്ല. അപ്പോൾ കുറച്ചുകൂടെ പ്രായം കൂടുമ്പോൾ, നമ്മുടെ വരുമാനം അനുസരിച്ച് കൂടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സാലറിയിൽ നിന്ന് നീഡ്സിന് വേണ്ടിയുള്ള പെർസെൻറ്റേജ് കുറച്ച് കുറയ്ക്കേണ്ടി വരും. അതൊരു 40% ആക്കണം. 50 എന്നുള്ളത് 40 ആക്കുക. അതേപോലെ വാൺസിൻ്റെ 30-നെ നമുക്കൊരു 20% കുറയ്ക്കുക. എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് കൂടുതൽ പണം ചിലവാക്കുക. അതായത് 30-40% നിങ്ങളുടെ സാലറിയുടെ 30-40% നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനും സേവിങ്സിനും വേണ്ടി മാറ്റി വയ്ക്കണം. എന്നാലേ ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞ നമ്മുടെ ഓരോ ഏജിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള തുക നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ ഉണ്ടാവുള്ളൂ. സോ ഈ 50-30-20 എന്നുള്ളത് സേവിങ്സ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന റൂളാണ്. അതിനുശേഷം നിങ്ങളുടെ വരുമാനം കൂടുമ്പോൾ നിങ്ങൾ ഈ പെർസെൻറ്റേജിൽ വ്യത്യാസം വരുത്തിയിട്ട് കൂടുതൽ തുക സേവിങ്സിലേക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും മാറ്റി വയ്ക്കണം. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കണമെങ്കിൽ നമ്മുടെ വരുമാനവും നമ്മുടെ ചിലവും നമ്മൾ അറിയണം. സോ ഇതിന് ആദ്യം വേണ്ട നിങ്ങളുടെ വരവ് ചിലവ് കണക്ക് എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്രാക്ടീസ് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് ഈ 50-30 റൂളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സേവിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരവും ചിലവൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കണം. അതിനൊരു ട്രാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാൺസ് ഏതാണ് നീഡ്സ് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. അതനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിട്ട് ബാക്കി തുക 20% 20% സേവ് ചെയ്ത് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. പിന്നീട് ഇതിന് കൃത്യമായൊരു കണക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് വാൺസൊക്കെ നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് നീഡ്സൊക്കെ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ ആകുമ്പോൾ ആ പെർസെൻറ്റേജുകൾ കുറച്ചിട്ട് കൂടുതൽ പണം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി ഈ 50-30-20 റൂളും എൻ്റെ ബഡ്ജറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ തിയറി പ്രകാരം 1/3 ഓഫ് യുവർ സാലറി നിങ്ങൾ സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ മാസത്തെ എക്സ്പെൻസ് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് എൻ്റെ സാലറിയാണ്. രണ്ടാമത്തെ ഇൻകം ഇപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള വരുമാനമാണ്. പക്ഷേ ഈ യൂട്യൂബ് ഇൻകം കോൺസ്റ്റൻ്റ് അല്ല. അതായത് യൂട്യൂബിൻ്റെ റൂൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസത്തിൽ $100 വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്യാഷ് ക്രെഡിറ്റ് ആവും. $100 തികഞ്ഞില്ലെങ്കിൽ ആ മാസം നമുക്കൊന്നും കിട്ടില്ല. ഇപ്പോൾ ഡിസംബറിൽ അതായിരുന്നു, എനിക്ക് $98 ഇൻകം. അപ്പോൾ അതുകൊണ്ട് ജനുവരിയിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിയില്ല. പിന്നെ അടുത്ത മാസം ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ക്രെഡിറ്റ് ആവും. സോ ഇങ്ങനെയാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം. അപ്പോൾ നമുക്കത് ഒരു ഇൻകമായിട്ട് കണ്ടിട്ട് അതിനെ വെച്ച് ഒരു ബഡ്ജറ്റിംഗ് നടക്കില്ല.
സോ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് മെയിനായിട്ട് സാലറിയാണ്. സാലറിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ സേവിങ്സ് എന്ന് പറഞ്ഞ രീതിയിൽ മാറ്റി വയ്ക്കാതെ മുഴുവൻ എമൗണ്ടും ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സാലറിയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 37% ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അതായത് എൻ്റെ സാലറിയുടെ 37% ഞാൻ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ 3 ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അത് 37%. ഇനി വരുന്ന എൻ്റെ നീഡ്സാണ്. നേരത്തെ പറഞ്ഞ എല്ലാ നീഡ്സും എനിക്കുണ്ട്. റെൻ്റ് ഉണ്ട്, പെട്രോളിൻ്റെ ചിലവുണ്ട്, ഫുഡിൻ്റെ ചിലവുണ്ട്, പിന്നെ ഈ പറഞ്ഞ എല്ലാ ബില്ലും ഉണ്ട്. കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഇൻ്റർനെറ്റിൻ്റെ ബില്ല്, പിന്നെ 2 മൊബൈൽ ഫോണിൻ്റെ ബില്ല്, ഗാർബേജിൻ്റെ ബില്ല്, പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഇപ്പോൾ LPG, അത് എല്ലാ മാസവും വേണ്ടി വരില്ല, ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ LPGയുടെ ബില്ല് വരും. അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് നീഡ്സിനായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ബാക്കി 42% ഇപ്പം ഞാൻ നീഡ്സിനായിട്ട് ചിലവാക്കുന്നത്. അങ്ങനെ 47-യും 37-യും കൂടെ കൂട്ടുമ്പോൾ 80%. ബാക്കി 20% വാൺസിന് വേണ്ടി ചിലവാക്കാൻ എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടാവുക. ഈ വാൺസിൽ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില എക്സ്പെൻസസ് വരും. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ നോക്കിയാൽ ജനുവരിയിൽ നോക്കുകയാണെങ്കിൽ ബൈക്കിൻ്റെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതടച്ചു. ഈ മാസം ഫെബ്രുവരിയിൽ ഇനി ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട്, അപ്പോൾ അതടയ്ക്കണം. അടുത്ത മാസം ഇതുപോലെ വേറെ എന്തെങ്കിലും വരും. അപ്പോൾ നമുക്ക് വാണ്ടല്ലെങ്കിൽ തന്നെ നീഡ്സിൽ തന്നെ ഇത്തരത്തിൽ പീരിയോഡിക്കായിട്ട് വരുന്ന എക്സ്പെൻസസും ഉണ്ടാവും. അപ്പോൾ ചില എമൗണ്ട് അങ്ങനെയും നമുക്ക് അടച്ചു പോകേണ്ടി വരും. സോ ഇപ്പോൾ എൻ്റെ മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ 50-30-20 റൂൾ പ്രകാരമല്ല. അതേപോലെ തന്നെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്കും ഈ ഒരു പെർസെൻറ്റേജിൽ വ്യത്യാസം വരുത്താം. പക്ഷേ എന്തൊക്കെ ചേഞ്ച് വരുത്തിയാലും നിങ്ങളുടെ വരുമാനത്തിൻ്റെ 20% എല്ലാ മാസവും നിങ്ങൾ സേവ് ചെയ്യണം. നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സേവിങ്സ് ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു സേവിങ്സ് തുടങ്ങാൻ പറ്റും. ഇപ്പോൾ ഇത്രയും കാലമായി ഞാൻ ജോലി ചെയ്യുന്നു, വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാതിരിക്കരുത്. എത്ര ലേറ്റാണെങ്കിലും സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മൾ കുറേ കാലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പണം ഉണ്ടാകും എന്നാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷേ നമ്മളൊരു 20 വർഷം 30 വർഷത്തെ കരിയർ കഴിഞ്ഞിട്ട് കയ്യിലൊന്നുമില്ല എന്നൊരവസ്ഥയിൽ എത്തി നിൽക്കരുത്. സോ ഇനിയും വൈകിട്ടില്ല, സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് സേവിങ്സ് ഉണ്ടാക്കിയെടുക്കുക. ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.